السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا وحبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك إلى آخر الآية. بلغ العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. يا صاحب الوقت جبهتي تحت نعالكم، أعظ بحكم نئابة أنكم. ഏറ്റവും ബഹുമാനാദരണീയരായ എൻ്റെ ഏറെ പ്രിയങ്കരനും കൂടെയായ സഈദി ഉസ്താദ് അവറുകൾ, അതേപോലെ സ്റ്റേജിലിരിക്കുന്ന മറ്റ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ, സദസ്സിലിരിക്കുന്ന സമാദരണീയരായ ആലിമീങ്ങൾ, അള്ളാഹു നാം എല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ട് സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖലാസോടെ പ്രവർത്തിക്കാൻ, ഇസ്സത്തോടെ ജീവിക്കാൻ, ഈമാൻ സലാമത്തായി കിട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് മൂസ ഉസ്താദിനോട് ഞാൻ പറഞ്ഞതാണ്. ഇതുകൊണ്ട് തന്നെയാണ് സൗണ്ടിൻ്റെ പ്രശ്നം. സൗണ്ട് അടഞ്ഞു പോയിട്ട് ഇരിക്കുകയാണ്, റെഡിയായിട്ട് വരുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ ഹിശാമികൾ ഇത് എന്താണ് ഈ പരിപാടി എന്ന് ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു. പരിപാടിക്ക് പിന്നെ ഞാൻ ഏറ്റത് മൂസ മുസ്ലിയാരാണ് എന്നെ ക്ഷണിച്ചത്. മൂസ മുസ്ലിയാർ ക്ഷണിച്ചത് കൊണ്ട് ഏതായാലും പറ്റിക്കലൊന്നും ആഹുല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡേറ്റ് കൊടുത്തു. ഇവിടെ വന്നപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷനായി. ഇതേതാണ് ഈ സ്ഥാപനം? ഈ സ്ഥാപനം എനിക്കറിയുന്ന സുപരിചിതമായ സ്ഥാപനമാണ് ഇത്. ഈ ബിൽഡിംഗ് വളരെ മുമ്പേ ഇവിടെ പ്രഭാഷണത്തിനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു ഹിശാബി എന്ന് പറയുന്ന ഒരു രൂപമാറ്റം വന്നതൊന്നും അറിയില്ല. അപ്പം മൊത്തത്തിൽ ഇവിടെ വന്നപ്പോൾ കൺഫ്യൂഷനായി. ഇവിടെ കയറി വരുമ്പോൾ മാഷാ അല്ലാഹ് സഈദ് ഉസ്താദിനെയാണ് മുമ്പ് തന്നെ കാണുന്നത്. അൽഹംദുലില്ലാ, സന്തോഷമായി എന്ന് മാത്രമല്ല, ഇതൊരു ഭാഗ്യവും കൂടിയായിട്ട് ഞാൻ കാണുകയാണ്. അതും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. അസ്ഹരി ഉസ്താദിനെയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സന്തോഷമായി, ആവേശമായി. കാരണം ഇവരൊക്കെ നേതൃത്വം നൽകുന്ന ഒരു പ്രോഗ്രാം, ഒരു പരിപാടി, ഒരു പഠന സംവിധാനം, അതൊന്നും ഇവരെ വെറുതെ ടൈം വേസ്റ്റാക്കുന്ന ആളുകളല്ല. അത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വർഷക്കാലത്തിനകം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ മസലാപരമായ ഹഫാകളൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുക ഷാഫി ഉസ്താദിനെയാണ്. സയ്യിദിനെ വിളിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിലല്ലേ അപ്പുറത്തേക്ക് പോകണ്ടുള്ളൂ. അപ്പോൾ അത് ഇവിടെ തന്നെ അത് ക്ലിയർ ആവും. എന്ന് പറഞ്ഞാൽ കിതാബുകളുമായിട്ട് സദാസമയം ഇടപഴകുകയും അതിലൊക്കെ വലിയ മഹാറത്തുള്ള ആളുകൾ തന്നെ നിങ്ങൾക്ക് ഗുരുനാഥന്മാരായി കിട്ടി എന്നത് നിങ്ങളുടെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഞാനിപ്പം വിചാരിക്കുകയാണ്,
ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവരെല്ലാം വിളിച്ചിട്ട് സംശയം ചോദിക്കുന്നതിനേക്കാളും നല്ല തീരുമാനം നിങ്ങളെ കൂട്ടം പോലെ തന്നെ ഞാനങ്ങോട്ട് ഒരു മെമ്പറായി ഒരു സ്റ്റുഡൻ്റായി മാറിയാൽ ഉസ്താദ് സമ്മതിക്കുകയാണെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാകുന്ന പണ്ഡിതന്മാരോട് ഒരുപാട് പറയാനൊക്കെ ഉണ്ട് ഈ വിഷയ സംബന്ധിയാണ്. പക്ഷേ എൻ്റെ ആരോഗ്യാവസ്ഥയും നിങ്ങളുടെ സമയവും അനുവദിക്കുന്നില്ല. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഞാനിവിടെ എന്തൊക്കെ ആണ് സബക്കുകളാണ് കിതാബുകളാണ് ഇവിടെ നിങ്ങൾക്ക് ഓതിത്തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിലാദ്യമായി പറഞ്ഞത് ബുഖാരി എന്നാണ്. ബുഖാരിയിലെ ആദ്യത്തെ അധ്യായം കൈഫമാ കാന ബദഉൽ വഹ്യ് എന്ന് തുടങ്ങുന്ന ആ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്? ആ അധ്യായത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീ വന്ന ആ സന്ദർഭമാണ് അവിടെ വിശദീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹളറത്തിലേക്ക് മഹാനായ നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വഹീ അവതരിപ്പിച്ചിട്ട് അത് തന്നിലേക്ക് അർപ്പിക്കപ്പെട്ടപ്പോൾ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ആ ഹദീസിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ അത് വിശദീകരിക്കേണ്ട കാര്യമല്ല. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ വല്ലാതെ ബേജാറായി അതോടുകൂടെ. കാരണം ഇതൊരു വലിയ ഭാരിച്ച ബാധ്യതയാണ് തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചണ്ഡമായ പ്രചാരണത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം എന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ഉത്തരവാദിത്വം എനിക്ക് എത്രത്തോളം നിർവഹിക്കാൻ കഴിയും എന്നതിലാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആശങ്കയും പേടിയും. പേടിച്ച് വിറച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സഹധർമ്മിണിയായ ഖദീജ ബീവിയുടെ വീട്ടിൽ വന്നിട്ട് വിശ്രമിക്കുന്ന സമയത്ത്, അറിയാലോ നിങ്ങൾക്കത് വിശദീകരിക്കേണ്ടതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ, ആ സമയത്ത് മഹദിയായ ഖദീജ ബീവി വന്നുകൊണ്ടിട്ട് സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ വാചകങ്ങൾ പറയുന്ന ചില വാക്കുകൾ, ഓ നബിയെ തങ്ങളൊട്ടും ഭയപ്പെടേണ്ടതില്ല. ഹബീബായ നബി തങ്ങളെ സമാധാനിപ്പിക്കുകയാണ് ഖദീജ ബീവി. കല്ലാ വല്ലാഹി ഇന്നക കല്ലാ വല്ലാഹി, നിങ്ങൾ അല്ലാഹുവിനെ തന്നെ ഇല്ല, ടെൻഷൻ വേണ്ട, ബേജാറ് വേണ്ട, പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. മാ യുഖ്സീക അല്ലാഹു അബദാ, നിങ്ങളെ അല്ലാഹു തആല പരാജയപ്പെടുത്തുകയില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ അത് നിർവഹിക്കാൻ പറ്റുമോ പറ്റുകയില്ലയോ എന്ന കാര്യത്തിൽ മാ യുഖ്സീക അല്ലാഹു അബദാ, അല്ലാഹു തആല ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. കാരണം അവിടുന്ന് അങ്ങോട്ടാണ് നിങ്ങളൊന്ന് മുത്താല ചെയ്യേണ്ടത്. അതിൻ്റെ കാരണം പറയുന്നുണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തുകൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്തൂല? നിങ്ങൾ എല്ലാവരെ പോലെയുള്ള ആളല്ല. നിങ്ങൾ മറ്റുള്ള ആളുകളെ പോലെ ഭൗതികമായ രാഷ്ട്രീയ പ്രവർത്തകന്മാർ നേതാക്കന്മാരൊക്കെ ചിലപ്പോൾ സ്ഥാനം കിട്ടിയാൽ അവർക്ക് ടെൻഷൻ ഉണ്ടാവും. എന്നാൽ അതുപോലെയുള്ള ആളല്ല നിങ്ങൾ. മറിച്ച് നബിയെ നിങ്ങൾ ഇന്നക തസിലുർ റഹിമ വതഹ്മിലുൽ കല്ല, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്ന ആളാണ്. നിങ്ങൾ ഭാരം ചുമക്കുന്ന ആളാണ്. നിങ്ങൾ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആളാണ്. അത് വളരെ ഉത്തരവാദ ബോധത്തോടുകൂടി നിർവഹിക്കുന്ന ആളാണ്. നിങ്ങൾ സഹായിക്കുന്ന ആളാണ്. നിങ്ങൾ അങ്ങേയറ്റം മറ്റുള്ളവരെ സഹായിക്കും. പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ്. ഉത്തരവാദിത്വത്തിൻ്റെ ബോധമുള്ള ആളാണ്. സത്യത്തിൻ്റെ മേലെ നിലനിൽക്കുന്ന ആളാണ്. സത്യത്തിൻ്റെ മേലെ നിലനിന്നുകൊണ്ടിട്ട് വിഷമമനുഭവിക്കുന്നവരെ സഹായിച്ചു കൊണ്ടിട്ട് കുടുംബ ബന്ധം പുലർത്തിക്കൊണ്ടിട്ട് ആ നിലയിൽ നിലകൊള്ളുന്ന ഒരാളായതുകൊണ്ട് തന്നെ അങ്ങക്കൊരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യുമെന്ന് മഹദിയായ ഖദീജ ബീവി പറഞ്ഞ ആ വാചകം നമുക്കറിയാം, ഹദീസ് നമുക്കറിയാം. ആ കാര്യമാണ് എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന എന്നെക്കാൾ വിവരമുള്ള ആലിമീങ്ങളായ
അതേപോലെ തഖ്വയുള്ള ഈമാനുള്ള നിങ്ങളോട് എനിക്ക് പറയാറുള്ളത്, നമ്മൾ ഈ പറയപ്പെട്ട ക്വാളിഫിക്കേഷനുകൾ ഉള്ളവരാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഇരിക്കുന്നവരൊക്കെ വലിയ പണ്ഡിതൻ നേരത്തെ തന്നെ ബിരുദധാരികളായിരിക്കും അല്ലെങ്കിൽ ആയവരുണ്ടാകും. ഫൈദിമാരോ വാക്കവിമാരോ സഖാഫിമാരോ അതല്ലെങ്കിൽ ദാരിമിമാരോ അങ്ങനെയൊക്കെ ഉള്ള ക്വാളിഫിക്കേഷനുകൾ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ പുറമെ ഈ പറയപ്പെട്ട ഹിശാമി എന്ന് പറയുന്ന ബിരുദവും കൂടെ നമ്മുടെ തലയിലേക്ക് എടുത്തു വെക്കപ്പെടുമ്പോൾ ഇത് വെറുമൊരു സർട്ടിഫിക്കറ്റും ഇത് വെറുമൊരു കോട്ടും മാത്രമായിട്ട് അതിനെ വില കുറച്ച് കാണേണ്ടതില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കത് തങ്ങളിലൂടെ നമുക്ക് കിട്ടിയ വലിയ ഒരു സൗഭാഗ്യമാണ്, ഒരു വലിയ ഒരു തൗഫീഖാണ്. ഈ തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഇത് മടക്കി കൂട്ടി ചുരുട്ടിക്കെട്ടി വീട്ടിൻ്റെ ഏതെങ്കിലും മൂലയിൽ കൊണ്ടുവെക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്നതിൽ കവിഞ്ഞ് വലിയ ഭാരം നമ്മുടെ തലയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ആ ഭാരം പരിശുദ്ധ ദീനിൻ്റെ പ്രചാരണമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൈമയും മറന്നുകൊണ്ടിട്ട് പ്രവർത്തിക്കലാണ്. നമ്മൾ ഏത് മഹലിലാണോ ഉണ്ടാകുന്നത് ആ മഹലിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി, ആ മഹലിലെ കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി, സുന്നത്ത് ജമാഅത്തിൻ്റെ വഴിയിൽ തന്നെ അവരെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ ദുആ മാത്രം പോരാ, നമ്മൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളണം. ആ സിറാത്ത് മുസ്തഖീമാകുന്ന വഴിയിൽ നാട്ടുകാരെ സമൂഹത്തിനെ പിടിച്ചു നിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ നേരത്തെ ഈ പറയപ്പെട്ട ക്വാളിഫിക്കേഷനുകൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒട്ടും സംശയം വേണ്ട, ഈ ഉത്തരവാദിത്വവും കൂടെ ഇസ്ലാമികളായി മാറിയ ആ ഒരു ഉത്തരവാദിത്വവും കൂടെ വളരെ ലളിതമായി വളരെ സുന്ദരമായി അത് നിർവഹിക്കാനുള്ള കഴിവും ശേഷിയും ക്ഷേമശിയും നൽകി ജഗന്നിയന്തയായ അല്ലാഹു തആല നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന അലിമീങ്ങളായ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രഭാഷണം നടത്തേണ്ടതിന്, ഒരു ഉപദേശം നൽകേണ്ടതിൻ്റെ യാതൊരു കാര്യവും ഇല്ല. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൽമ് അത് എന്ത് ഇൽമാകട്ടെ, പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ പഠനം അത് ഫലപ്രദമായ ഇൽമാകണമെങ്കിൽ ഇൽമ് കുറച്ച് മതി. 25-75 എന്നാണ് പറയാ. 25% ഇൽമുണ്ട്, 75% അദബുണ്ടെങ്കിലേ ഈ 25% ഇൽമിൻ്റെ ഗുണം പഠിക്കുന്ന പഠിതാക്കൾക്ക്, ഉലമാക്കൾക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അദബില്ലാത്ത നിലയിലുള്ള ഇൽമ് ഒരു ഫലവും ചെയ്യൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഇൽമുണ്ടായിട്ട് കാര്യമല്ല. ആലിമീങ്ങളായി നമ്മൾ വലിയ കുപ്പായവും തലപ്പാവൊക്കെ അതുകൊണ്ട് കാര്യമല്ല. നമുക്ക് വളരെ പ്രധാനമായി നമ്മുടെ കൂടെ തന്നെ വേണ്ടത് അദബാണ്. ഇബ്ലീസിന് ഇൽമില്ലാത്തത് കൊണ്ടല്ല, വലിയ വിവരമുള്ള ആളാണ്, പക്ഷെ അവൻ ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി, കാലാകാലത്തേക്ക് ശപിക്കപ്പെട്ടവനായി മാറിയത് അവൻ അദബില്ലാത്തതിൻ്റെ പേരില്ല. വേറൊരു കുഴപ്പം അയാൾക്കില്ല. അള്ളാഹുവിൽ ഒരു വിശ്വാസമുണ്ട്, പക്ഷെ അദബില്ല. അതുകൊണ്ട് നമ്മൾ അദബുള്ളവരാകണം എന്ന് പറയേണ്ടവരല്ല നിങ്ങളെന്ന് എനിക്കറിയാം. എങ്കിലും ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും പറയണമെന്ന് പറയുമ്പോൾ ഈ സ്ഥാനം വെച്ചുകൊണ്ടിട്ട് ഞാനത് പറയുന്നു എന്നേ ഉള്ളൂ. ആ അദബ് നമുക്കൊന്നാമതായി വേണ്ടത് നമ്മുടെ ഗുരുനാഥന്മാരോടാണ്. നമുക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാർ, അവരുടെ വണ്ണവും വലിപ്പവും കോട്ടും ചെറുപ്പം അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ ഗുരുനാഥനാണോ അവരോട് നമ്മൾ ഏതെല്ലാം നിലയിൽ അദബ് പാലിക്കേണ്ടതുണ്ടോ അത് മുഴുവനും നമ്മൾ അക്ഷരാമൃതി പാലിച്ചിട്ടല്ലാതെ പഠിച്ച ഇൽമിന് ഫലം ഉണ്ടാകില്ല. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, പ്രത്യേകിച്ച് നിങ്ങളുടെ അഭിമന്യരായ ഉസ്താദുമാർ, സഈദ് സഅദി ഉസ്താദ് അവറുകൾ, ഷാഫി അസ്ഹരി ഉസ്താദ് അവറുകൾ, മറ്റേതെങ്കിലും ഉസ്താദുമാർ ഉണ്ടോ എന്ന് എനിക്കറിയുണ്ടെങ്കിൽ അവർക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവരുടെയും നിങ്ങളുടെയും ഇൽമിലും ഇയാലിലും അമലിലും
മുആമിലാത്തിലുമെല്ലാം അള്ളാഹു വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ. മഹാന്മാരുടെ പൊരുത്തം നമുക്ക് അള്ളാഹു എപ്പോഴും നൽകുമാറാകട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് വല്ല സല്ലാത്തുകളും വല്ല അബദ്ധങ്ങളും അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അതെല്ലാം അള്ളാഹു പുറത്ത് പരിഹരിച്ച് നമ്മയൊക്കെ നല്ലൊരു ഇഖ്ലാസുള്ള മുത്തഖീങ്ങളാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഈ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ കോട്ട് അത് വളരെ വിലമതിപ്പുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ വിലയല്ല, അതിന് പൈസ ചിലപ്പോൾ 3000 അല്ലെങ്കിൽ 2000 ആയിരിക്കാം, അതല്ല അതിൻ്റെ വില. മറിച്ച് അത് ഈ മഹത്തായ സംവിധാനം, ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇൽമു പഠിച്ചിട്ട് ആ മഹാന്മാരായ ഉസ്താദുമാർ വലിയ പൊരുത്തത്തോടെ വലിയ തൃപ്തിയോടുകൂടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്ന് പുറത്ത് വിടുന്നതിനുള്ള ഒരു ഐഡൻറ്റിറ്റിയാണത്, ഒരു യൂണിഫോമാണത്. അതുകൊണ്ട് ഈ യൂണിഫോം ധരിച്ചു കൊണ്ടിട്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് മോശമായ ചിന്താഗതികൾ പറ്റൂല, പ്രവർത്തനം പറ്റൂല എന്നല്ല ഞാൻ പറയും. മോശമായ ചിന്താഗതികൾ നമ്മൾക്ക് പറ്റൂല. നമ്മൾ നിയന്ത്രിക്കുന്നവരാവുക, നമ്മൾ മറ്റുള്ളവരെയും നിയന്ത്രിക്കുന്നവരാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ ഞാൻ വസിയത്ത് ചെയ്ത് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.